go on doing something, go on to do something. ഈ രണ്ട് പ്രയോഗങ്ങളും ഒരുപാട് മിസ്റ്റേക്ക് വരുത്തുന്നതാണ് പല ആളുകളും. അഡ്വാൻസ്ഡ് ലെവലിലുള്ള ലേണേഴ്സ് മാത്രമേ ഇത് വളരെ കറക്റ്റായിട്ട് ഉപയോഗിക്കാറുള്ളൂ. അല്ലാത്തവരൊക്കെ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. ഗോ ഓൺ ടു ഡു എന്ന് പറയുന്നതും ഗോ ഓൺ ഡൂയിങ് എന്ന് പറയുന്നതും തമ്മിൽ കാണുമ്പോൾ വളരെ ചെറിയ ഒരു വ്യത്യാസം മാത്രമേ തോന്നുന്നുള്ളൂ. ഒരു സ്ഥലത്ത് ഗോ ഓൺ കഴിഞ്ഞിട്ട് ടു ഡു ഉപയോഗിച്ചിരിക്കുന്നു, വേറൊരു സ്ഥലത്ത് ഗോ ഓൺ കഴിഞ്ഞിട്ട് ഡൂയിങ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഗോ ഓൺ കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയ ഫ്രേസ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന വാക്കിനാണ് ഇമ്പോർട്ടൻസ്. ഇത് ഉപയോഗിക്കുമ്പോൾ മാറി മാറി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിച്ചാൽ അത് മീനിങ്ങിൽ വലിയ വ്യത്യാസം വരുത്തും. അപ്പോൾ അത് ഉപയോഗിക്കേണ്ടത്, കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാം. ഈ ലെസൺ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഗോ ഓൺ ഡൂയിങ് സംതിങ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂ എന്നാണ് അതിൻ്റെ മീനിങ്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ആ ഒരു പ്രവൃത്തി തന്നെ കണ്ടിന്യൂ ചെയ്യുക, തുടരുക എന്നാണ് അർത്ഥം. ഗോ ഓൺ ഡൂയിങ് സംതിങ്. അവിടെ ഒരു കാര്യം തുടരുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നീട് തുടരുന്നതും. ഫോർ എക്സാമ്പിൾ, അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, ആ സംസാരിക്കുക എന്ന പ്രവൃത്തി വീണ്ടും തുടർന്നു എന്നാണ്. ഷി വാസ് ടോക്കിംഗ് ആൻഡ് ഷീ വെന്റ് ഓൺ ടോക്കിംഗ് ഫോർ അനദർ അവർ. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, പിന്നീട് 1 മണിക്കൂർ കൂടി ആ സംസാരം തുടർന്നു എന്നാണ്. അപ്പോൾ ടോക്കിംഗ് തന്നെയാണ് ഇവിടുത്തെ പ്രവൃത്തി. നോ ചേഞ്ച് ഇൻ ദ ആക്ഷൻ. ഗോ ഓൺ ടു ഡു എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷനിൽ വ്യത്യാസം വരുന്നു. ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ അത് നിർത്തിയിട്ട് വേറൊരു ആക്ഷനാണ് തുടർന്നത്, വേറൊരു ഫേസ് ആണ് തുടർന്നത്, വേറൊരു സ്റ്റേജിലേക്ക് അത് പോയി. അതാണ് ഗോ ഓൺ ടു ഡു സംതിങ് എന്ന് പറയുന്നത്. ഒരു കാര്യം ഫിനിഷ് ചെയ്തു, പിന്നെ മൂവ് ടു ദ നെക്സ്റ്റ്. ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ, ഷീ ഫിനിഷ്ഡ് ഹെർ സ്പീച്ച് ആൻഡ് വെന്റ് ഓൺ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യം ചെയ്ത ആക്ടിവിറ്റി സ്പീക്കിംഗ് ആണ്, സംസാരിക്കുകയായിരുന്നു, അവൾ പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ ഷീ ഫിനിഷ്ഡ് ഹെർ സ്പീച്ച് ആൻഡ് വെന്റ് ഓൺ. വെന്റ് ഓൺ എന്നത് ഗോ ഓൺ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. വെന്റ് ഓൺ ടു ആൻസർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യം ചെയ്ത ആക്ടിവിറ്റി സ്പീക്കിംഗ് ആണ്, പിന്നീട് വേറൊരു ആക്ടിവിറ്റിയാണ് തുടർന്നു പോയത്. അത് ഏത് ആക്ടിവിറ്റിയാണ്? ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഒരു വ്യത്യാസം വന്നു, ആ ആക്ഷനിൽ ഒരു വ്യത്യാസം വന്നു. ഫസ്റ്റ് ഷീ സ്പോക്ക്. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്? ക്വസ്റ്റ്യന് മറുപടി പറയാൻ തുടങ്ങി, ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ രണ്ടും 2 ആക്ടിവിറ്റിയാണ്. ഇനി റിയൽ ലൈഫിൽ തന്നെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ആഫ്റ്റർ ഡിന്നർ ഹി വെന്റ് ഓൺ വാച്ചിങ് ദ ടി വി. ആഫ്റ്റർ ഡിന്നർ ഹി വെന്റ് ഓൺ വാച്ചിങ് ടി വി. ഇവിടെ ആഫ്റ്റർ ഡിന്നർ, അപ്പോൾ ഡിന്നറിന് മുൻപ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ടി വി. അതിനുശേഷവും അത് തന്നെയാണ് തുടരുന്നത്, വാച്ചിങ് ടി വി എന്ന ആക്ടിവിറ്റി തന്നെയാണ് തുടരുന്നത്. അപ്പോൾ വെന്റ് ഓൺ വാച്ചിങ്. ആഫ്റ്റർ ലഞ്ച് ഷീ വെന്റ് ഓൺ റീഡിങ്. ലഞ്ച് കഴിഞ്ഞിട്ട് അവൾ റീഡിങ് തുടർന്നു. അവിടെയും ആക്ടിവിറ്റിക്ക് വ്യത്യാസമില്ല, അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡിന്നർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ റീഡിങ് തുടർന്നു. അവിടെയൊക്കെ ഗോ ഓൺ വാച്ചിങ്, ഗോ ഓൺ ഡൂയിങ് എന്ന ഒരു പ്രയോഗം ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഷീ ഫിനിഷ്ഡ് ഹെർ ലഞ്ച് ദെൻ ഷീ വെന്റ് ഓൺ ബ്ലാങ്ക് ഹെർ മോം. ഇവിടെ ഷീ ഫിനിഷ്ഡ് ഹെർ ലഞ്ച്. ഫിനിഷ്ഡ് അതായത് അവൾ ലഞ്ച് ഫിനിഷ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? ഷീ ഫിനിഷ്ഡ് ഹെർ ലഞ്ച് ദെൻ ഷീ വെന്റ് ഓൺ ടു കോൾ ഹെർ മോം. ഇവിടെ ശ്രദ്ധിക്കൂ, ഒരു കാര്യം തുടർന്നു, പക്ഷേ ലഞ്ച് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമാണ് ചെയ്യുന്നത്. എന്താണ്? അപ്പോൾ ഇവിടെ എന്താണ്? ലഞ്ച് കഴിഞ്ഞു, ഷീ ഫിനിഷ്ഡ് ഹെർ ലഞ്ച്, ദെൻ ഷീ വെന്റ് ഓൺ ടു കോൾ ഹെർ മദർ. ഇവിടെ ഒരു ആക്ഷൻ, അതായത് ലഞ്ച് ഫിനിഷ്ഡ്, ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? വേറൊരു ആക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്താണ്? മദറിനെ വിളിക്കുക എന്നതാണ്. അപ്പോൾ വെന്റ് ഓൺ ടു കോൾ.
ഹി ഫിനിഷ് ഹിസ് ഹോംവർക്ക്. അവൻ അവൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തു. ദെൻ ഷീ വെൻറ്റ് ഓൺ ടു പ്ലേ. ഒരു കാര്യം ഫിനിഷ് ചെയ്തു, പിന്നെ വേറൊരു ആക്ടിവിറ്റിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്ലേയിങ്. അപ്പോൾ ഹി വെൻറ്റ് ഓൺ ടു പ്ലേ. അപ്പോൾ മനസ്സിലാക്കുക, ING ചേർത്തിട്ടുള്ള ഒരു രൂപം. ഫോർ എക്സാമ്പിൾ, ഗോ ഓൺ വാച്ചിങ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഗോ ഓൺ ടോക്കിംഗ്, ഗോ ഓൺ ലിസണിങ്, ഗോ ഓൺ പ്ലേയിങ്, ഗോ ഓൺ സിംഗിങ്. ഇവിടെയൊക്കെ ഗോ ഓൺ കഴിഞ്ഞിട്ട് ING ഫോമുള്ള വേർബാണ് വന്നത്. അങ്ങനെയെങ്കിൽ ഗോ ഓൺ ഡൂയിങ് സംതിങ് എന്നല്ലേ. അപ്പോൾ ഗോ ഓൺ ഡൂയിങ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ഡൂയിങ് ആണ്, ഡോണ്ട് സ്റ്റോപ്പ്. അതേസമയം ടു ഡു എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്വിച്ച് എന്ന മീനിങ് ആണ്. ഒരു കാര്യത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായി, ഒരു ചേഞ്ച് വന്നു. ഒരു സ്ഥലത്ത് കണ്ടിന്യൂവേഷൻ ആണ്, ഒരു സ്ഥലത്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മറ്റേ സ്ഥലത്തെ ഒരു മാറ്റം, ടു അനദർ സ്റ്റേജ്. അപ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഗോ ഓൺ ഡൂയിങ് എന്ന് പറഞ്ഞാൽ ഡി ഫോർ ഡൂയിങ്, ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് മീനിങ്. അതേസമയം ഗോ ഓൺ ടു ഡു എന്ന് പറഞ്ഞാൽ ടു ഡു എന്നല്ലേ, ടു ദ നെക്സ്റ്റ് സ്റ്റേജ് എന്നാണ്. ടു മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, അവിടെ ടു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ടു ഡു എന്നാണെങ്കിൽ ടു മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. ടു എന്നത് ദ നെക്സ്റ്റ് തിങ്, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന മീനിങ്ങിൽ ഓർത്ത് വയ്ക്കുക. ഇതിൽ ഒരുപാട് മിസ്റ്റേക്ക് വരുത്താറുണ്ട്. അതിൽ വളരെ വലിയ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, he went on to study even though he was tired. He went on to study even though he was tired. ഇത് വളരെ വലിയ ഒരു മിസ്റ്റേക്കാണ്. ഇവിടെ അവൻ ടയേർഡ് ആയിരുന്നെങ്കിലും അവൻ സ്റ്റഡിയിങ് എന്ന ഒരു പ്രവൃത്തി തുടർന്നു എന്നല്ലേ മീനിങ്. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? he went on studying even though he was tired. അല്ലാതെ he went on to study അല്ല. He graduated and went on to study medicine. ഇവിടെ നോക്കൂ, ഗ്രാജുവേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവിടെ he went on to study medicine ആണ്. he went on studying medicine അല്ല. അതല്ല പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ഗ്രാജുവേറ്റ് ആവാൻ പഠിക്കുകയായിരുന്നു, പിന്നീട് അത് കഴിഞ്ഞിട്ട് വേറൊരു ഫേസിലേക്ക്, വേറൊരു സ്റ്റേജിലേക്ക് കടന്നു. അവിടെ he went on ടു സ്റ്റഡി മെഡിസിൻ എന്നാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. അതൊരു ന്യൂ സ്റ്റേജ് ആഫ്റ്റർ ഗ്രാജുവേഷൻ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതണം. കറക്റ്റായിട്ടുള്ള ആൻസർ എഴുതുന്ന ഫസ്റ്റ് കമൻറ്റ് ഞാൻ അവിടെ പിൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്നല്ലേ? ഷീ റെഡ് ദ ഇൻസ്ട്രക്ഷൻസ്, ദെൻ ഷീ വെൻറ്റ് ഓൺ ബ്ലാങ്ക്. വേർബ് അസംബിൾ എന്നതാണ്. ദ ഫർണിച്ചർ, ഇവിടെ ടു അസംബിൾ ആണോ വേണ്ടത്, അസംബ്ലിംഗ് ആണോ വേണ്ടത്? ഷീ വെൻറ്റ് ഓൺ അസംബ്ലിംഗ് എന്നാണോ, ഷീ വെൻറ്റ് ഓൺ ടു അസംബിൾ എന്നാണോ എന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതുക. താങ്ക് യു.